ലോകാനുരാഗം മതമാക്കിയ കാവ്യ തേജസ്വിയായിരുന്നു ONV. അദ്ദേഹം സമയതീരത്തിനപ്പുറത്തേക്ക് കടന്നുപോയെങ്കിലും ആ ജീവിതം അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, ഗാനങ്ങളിലൂടെ ആ ജീവിതം തുടരുകയാണ്. ഒരു ഈന്തപ്പനയും ഒരു ഒലിവ് വൃക്ഷവും ഒരു അരയാൽ മരവും ഒരുമിച്ച് നിന്ന് ഒരേ കാറ്റിൻ്റെ പരിരംഭണത്താൽ ഹർഷപുളകിതരായി പരസ്പരം സ്നേഹം പകുത്തു നൽകുന്ന ഒരു പൂന്തോട്ടമാണ്, ഒരു ഉദ്യാനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞ കവി. മനുഷ്യനും തമ്മിലുള്ള അകലമില്ലാതാവുകയും മനുഷ്യനെ തൻ്റെ തന്നെ പ്രതിസ്പന്ദമായി തിരിച്ചറിയുകയും മനുഷ്യ സ്നേഹമെന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു സാംസ്കാരിക പ്രതിഭാസമാണെന്നും ഒരു സാംസ്കാരിക അവസ്ഥയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന നാളെ സ്വപ്നം കണ്ടിരുന്ന കവിയാണ്. കാലത്തിനതീതമായി പ്രവഹിക്കുന്ന ONVയുടെ തന്നെ ശൈലി കടമെടുത്ത് പറഞ്ഞാൽ അനസൂയ വിശുദ്ധമായ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതിസ്പന്ദങ്ങൾ നിറഞ്ഞ ഏതാനും ഗാനങ്ങളാണ് പരിശുദ്ധൻ എന്ന ആൽബത്തിന് വേണ്ടി കവി എഴുതിയത്. അവയ്ക്ക് ഈണത്തിൻ്റെ ചിറകുകൾ നിവേശിപ്പിച്ച് അവയെ സംഗീതത്തിൻ്റെ വിഹായസിലേക്ക് പറത്തിവിട്ടതാവട്ടെ ദേവരാജ സംഗീത സംസ്കൃതിയിലെ ഏറ്റവും മികച്ച സർഗസിദ്ധി ലഭിച്ച പ്രിയ ശിഷ്യൻ എന്ന് ഹൃദയം നിറഞ്ഞിറങ്ങുന്ന വാത്സല്യം കൊണ്ട് അദ്ദേഹം അഭിഷിക്തനാക്കിയ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരനായ സംഗീതകാരൻ ജോൺസനാണ്. അങ്ങനെ ONVയുടെ രചനയ്ക്ക് ജോൺസൺ ഈണം പകർന്ന ഒരു ഗാനമാണ് നാം ഇന്ന് ആദ്യമായി കേൾക്കുന്നത്. മുത്ത്, പവിഴം ഇതെല്ലാം നമുക്ക് വളരെ വിലപ്പെട്ട ഭയങ്കരമായ മൂല്യങ്ങളുള്ള വസ്തുക്കളാണ്. പക്ഷെ അവ ഉയർന്നു വരുന്നതിൻ്റെ പുറകിൽ ഒരു ചിപ്പി അനുഭവിക്കുന്ന ഒരുപാട് വേദനയുണ്ട്. അതുപോലെ മുള്ളുകൾ കുത്തി മുറിവേൽപ്പിച്ച ശേഷം മാത്രം വിടരുവാൻ കഴിയുന്ന പൂമുട്ടിൻ്റെ ഹൃദയവ്യതയും തുല്യ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ നൊമ്പരപ്പാടത്തു നിന്നും കിളിർത്തു വരുന്ന സ്നേഹത്തിൻ്റെ പുതിയ മുകുളങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ പച്ചപ്പ് നിലനിൽക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിച്ച കവി, ഒരു ശരപഞ്ചരമായി ഞാൻ നിന്നെരിയുമ്പോഴും നിന്ന് ചോര ഇറ്റി വീണ് പൊളയുമ്പോഴും എന്നെ നിനക്കുള്ള സ്തോത്രകാഴ്ചയായി സമർപ്പിക്കുന്നു എന്ന് ഏറ്റുപാടുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. മുള്ളുകൾ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു പൂവിൻ്റെ മനസ്സിനെ മനുഷ്യാവസ്ഥയുമായി അനുപാതപ്പെടുത്തുന്ന ഈ ഗാനം ഇവിടെ ഈ ആൽബത്തിന് വേണ്ടി ആലപിച്ചത് KS ചിത്രയാണ്. നമുക്ക് വേണ്ടി പാടിയത് മെറിൻ. കൂട്ടായിരിക്കണമേ
വളരുന്നു. നിൻ വചനത്തിൻ പ്രകാശമെന്നാത്മാവിലെന്നും വഴികാട്ടണേ. മുള്ളുകൾ കുത്തി ഞെരിക്കുന്ന വിത്തിന്റെ ഉള്ളിലെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണു ഞാൻ. ഈ ആത്മാവിനു കൂട്ടായിരിക്കണമേ, എന്നും നീയേ ദയാപരൻ, നീയേ പ്രഭാമയൻ, നീയേ പ്രപഞ്ചത്തിൻ ഏകനാഥൻ. നീയേ ദയാപരൻ, നീയേ പ്രഭാമയൻ, നീയേ പ്രപഞ്ചത്തിൻ ഏകനാഥൻ. നീയേ അനന്ത സന്താപ സമുദ്രത്തിൽ നീന്തുന്നോർക്കാശ്രയ നൗക. നീയേ വിശാലത, നീ പകർന്നേകണേ. നീയേ വിശാലത, നീ പകർന്നേകണേ. ജീവനിൽ കാരുണ്യബിന്ദു. മുള്ളുകൾ കുത്തി ഞെരിക്കുന്ന വിത്തിന്റെ ഉള്ളിലെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണു ഞാൻ. ഈ ആത്മാവിനു കൂട്ടായിരിക്കണമേ, എന്നും കൂട്ടായിരിക്കണമേ. മുള്ളുകൾ കുത്തി ഞെരിക്കുന്ന വിത്തിന്റെ ഉള്ളിലെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണു ഞാൻ. ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ, എന്നും കൂട്ടായിരിക്കണമേ. ദൈവം പകുത്തു നൽകുന്ന അല്ലെങ്കിൽ വർഷിച്ചു തരുന്ന കാരുണ്യമാണ്, ദിവ്യമായ ആ കാരുണ്യത്തിൻ്റെ വർഷമാണ് മനുഷ്യൻ്റെ എല്ലാ പ്രഭവങ്ങളുടെയും അടിസ്ഥാന സ്രോതസ്സ് എന്ന തിരിച്ചറിവിലാണ് മനുഷ്യൻ മനുഷ്യനോളം വലുതാകുന്നതും തമ്മിൽ അകലങ്ങളില്ലെന്ന് തിരിച്ചറിയുന്നതും വാത്സല്യത്തിൻ്റെ അമൃതം ചുരമാന്തി തലമുറകളിലേക്ക് പ്രവഹിക്കുന്നതും. അത്തരമൊരു പ്രമേയത്തിൻ്റെ ആഖ്യാനത്തിന് പ്രാരംഭമായി ആ ചിത്രത്തിൻ്റെ രചയിതാവും സംവിധായകനുമായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ലോഹിതദാസ് കണ്ടെത്തിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഭാരതീയ ഋഷിസൂക്തങ്ങളുടെ സത്ത ഉൾച്ചേർന്ന മനസ്സിൽ നിന്ന് ക്രൈസ്തവധാരയിലേക്ക് എത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ ഗാഥകളാണ്. ഈശ്വര സമർപ്പണമെന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിലൂടെ മാത്രമാണ് നിവർത്തിതമാകുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന സംസ്കൃതിയുടെ ഒരു വക്താവായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികളും അദ്ദേഹം തന്നെ അവയ്ക്ക് ഹൃദയം കൊണ്ട് നൽകിയ സംഗീതവുമാണ്. ആ കാരുണ്യം എന്ന ചിത്രത്തിൻ്റെ ആരംഭം തന്നെ ഈ ഗാനത്തിലൂടെ തനിക്ക് ഈ ജീവിതത്തോട് പറയുവാനുള്ളത് ഈ സ്നേഹത്തിൻ്റെ സുവിശേഷമാണെന്ന ചലച്ചിത്രകാരൻ്റെ ഒരു വിളംബരത്തോടു കൂടിയാണ്. യേശുദാസും മാസ്റ്റർ ദേവദർശനുമാണ് ചലച്ചിത്രത്തിന് വേണ്ടി ഈ ഗാനം ആലപിച്ചത്. ഇവിടെ നമുക്ക് വേണ്ടി ഈ പാട്ട് പാടിയത് KL ആൻ്റണിയും അന്നയും.
ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നേണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. പാഠമെന്നും എളുപ്പമാകേണം, ശീലങ്ങൾ നല്ലതാകേണം. പാഠമെന്നും എളുപ്പമാകേണം, ശീലങ്ങൾ നല്ലതാകേണം. മുള്ളുകൾ മാറ്റി പൂവിരിക്കണം, നിൻ വഴി ഞങ്ങൾക്കരുളേണം. മുള്ളുകൾ മാറ്റി പൂവിരിക്കണം, നിൻ വഴി ഞങ്ങൾക്കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി നീരാടാൻ സൗഭാഗ്യമെന്നും നൽകണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി നീരാടാൻ സൗഭാഗ്യമെന്നും നൽകണം. കൂടെ എന്നും നടക്കണം, കൂട്ടിനേട്ടനെ പോലെ എത്തേണം. കൂടെ എന്നും നടക്കണം, കൂട്ടിനേട്ടനെ പോലെ എത്തേണം. നിന്മടിത്തട്ടിൽ വീണുറങ്ങുമ്പോൾ പൂങ്കിനാവുകൾ കാണേണം. നിന്മടിത്തട്ടിൽ വീണുറങ്ങുമ്പോൾ പൂങ്കിനാവുകൾ കാണണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. കാവ്യാമൃതം. ഒരിക്കൽ സംഗീതാചാര്യനായ ദക്ഷിണാമൂർത്തി സ്വാമിയെ കണ്ട് ഞങ്ങൾ ചിലർ ഒരു ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ ആൽബത്തിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരല്പം അമ്പരപ്പോടെ പറഞ്ഞത് ദേവരാജനും
മറ്റുമൊക്കെയാണ് അത്തരം പാട്ടുകൾ കൂടുതൽ നന്നായി ഇവിടെ അവതരിപ്പിച്ചല്ലോ. ബാബുരാജും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞാനത് ചെയ്താൽ എത്രത്തോളം നന്നാകും എന്നെനിക്കറിയില്ല എന്ന് അദ്ദേഹം ഒരു അങ്കലാപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, മലയാള ചലച്ചിത്രം കേൾക്കാൻ തുടങ്ങിയ ഏറ്റവും രസനിശ്ചന്തികളായ പ്രാർത്ഥനാഗീതങ്ങൾ അങ്ങ് സംഗീതം പകർന്നവയല്ലേ? ആദ്യമേ കേൾക്കുന്ന അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളവേ കർത്താവേ യേശുനാഥ എന്നാരംഭിക്കുന്ന ഗാനത്തിന് അങ്ങല്ലേ ഈണം പകർന്നത്? കന്യാമറിയമേ തായേ എന്നാരംഭിക്കുന്ന ലീലയുടെ അതിമനോഹരമായ ആലാപനം കൊണ്ട് ഗാംഭീര്യമാർന്ന വികാരനിശ്ചന്തിയായ ഭക്തിരസ കവിഞ്ഞൊഴുകുന്ന ആ ഗാനവും അങ്ങല്ലേ ഈണം പകർന്നത്? കുറേ കൂടി ഇപ്പുറത്തെ കാലഘട്ടത്തിലേക്ക് വന്നാൽ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ അങ്ങയുടെ ഈണമല്ലേ? ശരിയാണല്ലോ, ഞാനും കൊള്ളാവുന്ന കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ആ സംഗീത ജ്ഞാനവൃത്തനായ ആചാര്യൻ പറഞ്ഞത്. ആ ആൽബം നിർഭാഗ്യവശാൽ ചില പ്രായോഗിക കാരണങ്ങളാൽ ഒരിക്കലും പൂർത്തീകരിക്കപ്പെട്ടില്ല. എങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്ന അഭയദേവിൻ്റെ വരികൾ അത് അലങ്കാരമായും ആത്മസ്പന്ദനത്തിൻ്റെ ചൈതന്യ വിളംബരമായും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠസ്ഥാനീയനായ പ്രഗത്ഭ സംവിധായകൻ KS സേതുമാധവൻ മലയാളത്തിൽ തൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. പ്രാമാണിക ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന TE വാസുദേവൻ നിർമ്മിച്ച ജ്ഞാനസുന്ദരി എന്ന ചിത്രമായിരുന്നു ഈ ഗാനത്തിന് ഒരു പ്രകാശന സന്ദർഭം ഒരുക്കി കൊടുത്തത്. പി ലീലയുടെ അതിമനോഹരമായ ആലാപനം, മലയാളിത്തത്തിൻ്റെ നന്മയും ലാളിത്യവും അതോടൊപ്പം തന്നെ സംഗീതത്തിൻ്റെ ശാസ്ത്രീയ ധാരകളിലെ പ്രഭവവും അത് ഒരേപോലെ ഇടചേർന്ന് ഇറ്റി നിൽക്കുന്ന ഈ ഗാനം മാതാവിൻ്റെ മുമ്പിലുള്ള ഒരു ഹൃദയാർച്ചനയുടെ ഭാഷ്യമാണ്. ഒരുപാട് ഭവനങ്ങളിലെ പ്രാർത്ഥനാഗീതമായ ഒരുപാട് ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനാഗീതങ്ങളിലെ ഏറ്റവും തെളിവാർന്ന ഗീതകമായ ഈ ഗാനം നമുക്ക് വേണ്ടി ഇവിടെ സെലിൻ ആലപിക്കുന്നു. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീയേ. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീയേ. കടൽ കൂപ്പിടുമിൻ അഴൽ നീക്കുക നീ ജഗദീശ്വരിയേ കരു
നാദത്തോടൊപ്പം ഭാവം ഇടചേരുമ്പോഴാണ് സംഗീതം പിറന്നതെന്ന് കലകളുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നാദവും ഭാവവും ഇടചേരുമ്പോൾ അതിൽ ഒരു വികാരത്തിൻ്റെ ഭാവസഹസ്രങ്ങളുടെ വികിരണത്തിന് അടിവരയിട്ടുകൊണ്ട് ഭക്തി നിശ്ചന്തിയായ രൂപകങ്ങൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ അത് നമ്മുടെ ഹൃദയധാരയെ സ്വാസ്ഥ്യത്തിൻ്റെയും പരമമായ വിലയനത്തിൻ്റെയും ശാദ്വല ഭൂമിയിലേക്കാണ് കൈപിടിച്ചാനയിക്കുന്നത്. നല്ല കവിതയുടെ, നല്ല ഗാനത്തിൻ്റെ, നല്ല സംഗീതത്തിൻ്റെ, നല്ല സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് അത് പകർന്നു നൽകുന്ന സ്വാസ്ഥ്യവും അതിനുമപ്പുറത്തെ പരമമായ ശാന്തതയും, അതിലൂടെ ഈ പ്രപഞ്ചത്തെ കൂടുതൽ സ്നേഹവായ്പോടെ ഉറ്റുനോക്കുവാനും അതിനെ ഹൃദയത്തോട് ചേർത്ത് അണയ്ക്കുവാനും നമ്മുടെ മനസ്സുകളെ പരിഭാഗപ്പെടുത്തുന്ന രീതിയിലുള്ള അതിൻ്റെ ഔഷധ സമമായ ഭാവ സ്പർശ സാധ്യതകളുമാണ്. പാട്ടുകൾ എന്നും മൂളുന്നവരാണ് മനുഷ്യൻ. ആ മൂളുന്ന പാട്ടുകളിലൂടെ പൊരുളുകളെ ഉൾച്ചേർക്കുമ്പോൾ ആ പൊരുളുകൾ നമ്മുടെ മുന്നോട്ടുള്ള യാനത്തിൽ നമ്മുടെ ചുവടുകൾക്ക് പ്രകാശമാകുന്നു. കവിത പ്രകാശവുമാകാം അമൃതായിരിക്കുമ്പോൾ തന്നെ. അമൃതായിരിക്കുന്നത് കൊണ്ടാണ് അതിന് പ്രകാശമാകാൻ കഴിയുന്നത്. കാവ്യാമൃതം തുടരുന്നു. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാ